ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആദ്യം കോസ്റ്റ്യൂം കാണിച്ചില്ല. ഇന്ന് പാവാടയിലാണ് കേട്ടോ എൻ്റെ കുട്ടി. പാവാട ഉടുപ്പും അലാനാൻ്റെ ഉടുപ്പും അലേഹാൻ്റെ പാവാടയിലാണ് അന്ന് നൗഫൽ വന്നതില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ് ഉമ്മ ഇവിടെ പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പരിപാടി ചക്കര? നാളെ ചോറൂണോ? ചോറ് കൊടുക്കലില്ലേ? ഏയ്സ്, നാളെ നമ്മുടെ കുട്ടിക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ പോവാണ്. അലാന ഏയ് എന്താ പരിപാടി? ചോറ് തിന്നണ്ടേ നാളെ? ചമ്മം ചോറ് തിന്നണ്ടേ? നാളെ മുതൽ പുതിയ പുതിയ സാധനങ്ങളുടെ ആഹാരങ്ങളുടെ അതെ, നാളെ മുതലേ പുതിയ പുതിയ രുചികൾ അറിയാൻ പോവാണ് കുട്ടി. അപ്പോൾ ഉമ്മ ഇവിടെ കാര്യമായിട്ട് പർച്ചേസ് ചെയ്യണം. എന്താ അമ്മ നാളത്തെ പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യണേ? ആ, ബിരിയാണി വെക്കാം, പായസം വെക്കാം അല്ലേ? വലിയ പരിപാടിയാ? വലിയ പരിപാടി എന്നല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ അതെ നമ്മളെപ്പോഴും കാണുന്ന നമ്മളെ വീട്ടിലുള്ള അംഗങ്ങളും പിന്നെ ഉമ്മമായും പപ്പായും അവരൊക്കെ അങ്ങനെ ചേർന്നിട്ടുള്ള ചെറിയൊരു കുഞ്ഞു പരിപാടിയാണ്. അല്ലാതെ വലിയ പരിപാടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കതായാലും അങ്ങനെ കൊടുക്കണമെന്നില്ല, അങ്ങനെയുള്ള നേർച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ആദ്യം എന്താ കുട്ടിക്ക് ചോറ് എടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ചോറല്ലല്ലോ കൊടുക്കുക ചക്കരെ, വേറെന്താ സാധനമല്ലേ കൊടുക്കുക? കുന്നങ്കായ തൊട്ട് നാവിൽ വെച്ച് കൊടുക്കും അല്ലേ? നമ്മൾ പായസം വെച്ചിട്ട് പായസം തൊട്ട് നാവിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മളെ നാട്ടിൽ ചെയ്യേണ്ട ഒരു പരിപാടി. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യണത്? ചക്കര നാട്ടിൽ എങ്ങനെ? ഇനി അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വായി കുത്തിത്തിരിക്കോ? കുത്തിത്തിരിക്കുക എന്താ ഇപ്പോൾ ഇത്? നിങ്ങൾ എന്തിനൊക്കെ കൊടുക്കും? ചോറും മീനൊക്കെ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കുക. പാലക്കാട്ട് അങ്ങനെ ചോറും മീനൊക്കെ അത് ശരി. എന്നാലും നമ്മളിവിടെ പായസമാണ്. നാളെ പായസം കുടിക്കാം. പായസം കുടിക്കാം. ചോറ് കൊടുത്ത് ഒരു 6 മാസം വരേക്കും ഉപ്പും മധുരമൊന്നും കൊടുക്കാൻ പാടില്ല അല്ലേ? ശരിക്കും 1 വയസ്സ് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അതെ അതെ, നമ്മൾ ജസ്റ്റ് അപ്പോഴും മാത്രം തൊട്ട് കൊടുക്കുള്ളൂ, അല്ലാതെ അവോയ്ഡ് ചെയ്യണം. അല്ല, നമ്മൾ പിന്നെ എന്നും കൊടുക്കണമല്ലോ. അപ്പോഴൊരു പൊട്ട് വായിൽ വെച്ച് കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിലപ്പോൾ ഇത് നിറക്കും കൂടി ഉണ്ടാവില്ല. അപ്പോൾ കുന്നങ്കായ പൊടി അങ്ങനെയൊക്കെയല്ലേ എല്ലാം കൊടുക്കുക നമ്മളിനി? ഓക്കെ, അപ്പോൾ നമ്മൾ കുന്നങ്കായ പൊടിയൊക്കെ കൊടുക്കണത്. പായസം എന്തൊക്കെ നോക്കണ്? അരി എടുത്തു? ബിരിയാണി അരി എടുത്തോമാ? എന്തോ എടുത്തോ? ചൈതന്യ ബിരിയാണി എടുക്കുകയാണ്. കൈമ ഉണ്ടാവുമല്ലോ, ചോദിച്ചു നോക്കി അറിയാലോ. അവിടെ ചോദിച്ചു നോക്ക്. നമ്മൾ കാക്കാൻ്റെ ഷോപ്പിലാണ് കേട്ടോ വന്നിരിക്കണത്. നമ്മൾ കടക്കൽ JJ മാർട്ടിലാണ് നമ്മളുള്ളത്. മൂത്താപ്പാടെ ഷോപ്പാണ്, മൂത്താപ്പാടെ മോൻ്റെ ഷോപ്പാണ്. അപ്പോൾ ബിരിയാണി അരി വാങ്ങി, പിന്നെന്താ ഉപ്പ് വാങ്ങി, 2 പാക്കറ്റ് ഉപ്പുണ്ട്, പിന്നെ ചവ്വരി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, കിസ്മിസ് ഉണ്ട്, ചെറുപയറുണ്ട്, നെയ്യുണ്ട്, കായപ്പൊടി ഉണ്ട്. കായപ്പൊടി മേടിക്കുമ്പോൾ ഒരു ടിന്നും ഫ്രീ ഉണ്ട് അല്ലേ? ഒരു ടിന്ന് ഫ്രീ ഉണ്ട് കേട്ടോ. കായപ്പൊടി വാങ്ങി, പിന്നെ പായസം വെക്കാനുള്ള അരി വാങ്ങി, വിനാഗിരി അഥവാ സുർക്ക അതും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഉള്ളത്? വാപ്പ വന്നിട്ടില്ല കേട്ടോ, ഞങ്ങൾ 3 ആൾ വന്നിട്ടുള്ളൂ. 4 ആൾ, കുട്ടി ഉൾപ്പെടെ 4 ആളാണ് വന്നിട്ടുള്ളത്. കടുക്, ജീരകം, മസാല ഒന്നും വേണ്ടേ? ഉലുവ, അച്ചാറൊന്നും വേണ്ട. അച്ചാർ തന്നെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. അച്ചാർ ഇഷ്ടംപോലെ വീട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് അങ്ങനെയൊക്കെയാലും നല്ലത് നമ്മൾ ഇട്ട് ഉപയോഗിക്കണതാണ്. എന്താ കാശ്മീരി ചില്ലിയോ? അടുത്തോളി. വെളിച്ചെണ്ണ വേണ്ടേ? എത്ര? എൻ്റെ വലുതാണോ ചെറുതാണോ? പാക്കറ്റ് ഉണ്ടതാ? ഏതിൻ്റെ ഉണ്ട്? ഇതിൻ്റെ കേരണ്ട്, എന്താ അതിഥിയോ? ഇതുണ്ട്, ഏതാ ഉണ്ട്? കേര മതി അല്ലേ? അപ്പോൾ കേരൻ്റെ എടുത്തോളി. ഇവർക്ക് പിന്നെ വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക ബ്രാൻഡ് ഉണ്ടാവും. അതിൽ ഇവർക്ക് പാചകം ചെയ്താലേ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ആണെങ്കിൽ നിങ്ങളത് പറയും. അതിപ്പോൾ മസാലയൊക്കെ ആണെങ്കിൽ ചിലവർക്ക് ഈസ്റ്റേൻ്റെത് വേണം, ചിലർക്ക് നിറബറ വേണം, ചില ആൾക്കാർക്ക് ആച്ചീസ് വേണം. അങ്ങനെ ഓരോരുത്തർക്കും, ചിലർക്ക് കിച്ചൺ ട്രഷർ വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ്. സൺഫ്ലവർ ആണ് ഉമ്മ. ഇത് പാം ഓയിൽ, മറ്റത് സൺഫ്ലവർ ഓയിലും, ഇത് കേരയാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയുള്ളൂ ഉമ്മ? നോക്കിക്കോളൂ. ഏത്? എന്നും ലിസ്റ്റ് ഇടണമെന്ന് ഓർമ്മ നോക്കും ഗൈസ്. ഇനിയിപ്പോൾ എന്തൊക്കെ നമ്മൾ എടുത്താലും വീടെത്തുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം മറക്കും. അതാണ് രസം എന്ന് പറയുന്നത്. പേസ്റ്റ് അതാ ഇവിടെ ഉണ്ടമ്മ, ടൂത്ത് പേസ്റ്റ്. വലുതാണ്ട് വലുതാണോ വേണ്ടത്? കംഫർട്ട് എടുക്കാം.
എടുത്തോ, നീ ബാക്കിയുള്ളത് നീ നോക്കിക്കോ. എന്തൊക്കെ വെച്ചാൽ അതൊക്കെ എടുത്തോളി. ഓർമ്മ ഉള്ളത് അപ്പോഴപ്പോഴും എടുത്തോളി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ പിന്നെ അത് മറന്നു പോകും. ഓർമ്മ ഉള്ളത് ആദ്യം എടുത്തോളൂ. എടുത്തോ. ഇനി എന്താണ്ട് സോപ്പൊക്കെ ഉണ്ടോ? ആ ഒന്ന് നോക്കിക്കോളി. അതാണ് കാണുന്നതൊക്കെ അപ്പോഴേ എടുക്കുക. ഏതാ വേണ്ട വെച്ചെടുത്തോളി. ടിഷ്യൂ ഒക്കെ വീട്ടിലുണ്ടല്ലോ. കംഫർട്ട് അതാ ഇപ്പുറത്തിരിക്കണൊക്കെ കംഫർട്ടാണ്. ചക്കര എടുക്കേണ്ടി പോകണം. മണുണ്ടോ? അത് കോംബോ. അത് ബൈ 3 get 1 ആണ്. ആ 3 എടുത്താലും 1 ഫ്രീ. അതാണ് സാധനം. കേട്ടില്ല? ആ കോംബോയോ? കോംബോ ഉണ്ട്. ആ കോംബോ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ചക്കര. ആ അതെടുത്തോ, കംഫർട്ട് എടുത്തോ. അപ്പോൾ അതെടുത്തോ, മണമുള്ളത് എടുത്തോ. മണം ഉണ്ടായിക്കോട്ടെ, സുഗന്ധം പരക്കട്ടം കെട്ട്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. മോപ്പും വാങ്ങിയിട്ടുണ്ട്. മോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോപ്പും വാങ്ങി. അപ്പോൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ വണ്ടി ഇടാൻ സ്ഥലം നമുക്ക് ഇവിടെ കേട്ടോ കിട്ടിയത്. കട അവിടെയാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ സാധനങ്ങൾ നമ്മൾ വെറുതെ ഏറ്റുണ്ടല്ലോ. ഇന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കടയ്ക്കൽ നമ്മുടെ ടൗണിൽ സുരേഷ് ഗോപി വരികയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കായിട്ട് ഫുള്ള് നാട്ടിൽ എല്ലായിടവും ഫുള്ള് പാർക്കിങ് ഇതായിക്കാണ്, നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കിട്ടിയ ഗ്യാപ്പിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് സുരേഷ് ഗോപി വരുന്നതുകൊണ്ട് ഫുള്ള് തിരക്കുമാണ്. അതേപോലെ തന്നെ ഫുള്ള് പോലീസും കൺട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് സാധനങ്ങളുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും വഴി പിന്നെ എന്താണ് ബൺ മസ്ക വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൺ മസ്ക നോർമലുണ്ട്, ചോക്കോ ബൺ മസ്ക ഉണ്ട്, ഇറാനി ചായ ഉണ്ട്. അപ്പോൾ ചായ നമ്മൾ കുടിക്കുന്നില്ല. 4 ബൺ മസ്ക വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 ചോക്കോ ബൺ മസ്ക വാങ്ങുകയാണ്. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ സംഭവം ട്രെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചക്കര ഇതെല്ലാം വീട്ടിലുണ്ടാക്കി ഞങ്ങൾ. അത് ഇന്നലെ ചക്കരയും സിനിമയും കൂടെ വീട്ടിലുണ്ടാക്കി. രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 കൂടി നമുക്ക് ഇവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ട് ചോക്കോ ബൺ മസ്ക എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ചോക്കോ അല്ലല്ലോ, നോർമലല്ലേ? അന്ന് നോർമലാണ് ഉണ്ടാക്കിയത് കേട്ടോ. രസമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചോക്കോ വാങ്ങി കഴിച്ചു നോക്കാം. ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇന്നലെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതേ ഉമ്മായും ഉമ്മമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ കിച്ചണിലാണുള്ളത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലാണുണ്ട്. അപ്പോൾ ബിരിയാണിയോ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ മസാലയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മോളെ ചോറെടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇന്നാണ് ശരിക്കും നമ്മളെ ചോറെടുക്കുന്ന ദിവസം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, കാരണം വല്ലാതെ ലെങ്തി ആക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് മോളെ ചോറെടുപ്പും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.